ഹായ് ചല്ലക്കളീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പോൾ വേണേലും പൊട്ടാം. അപ്പോൾ ഇന്ന് ജിമ്മിൽ പോവാണ്. സാധാരണ രാവിലെയാണ് പോകാറുള്ളത്. എൻ്റെ കൂട്ടത്തിൽ വേറൊരു ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് സാറ്റർഡേ എനിക്ക് സാധാരണ പറ്റാറില്ല, കാരണം രാവിലെ മോർണിംഗ് ട്യൂഷൻ ഉള്ളത് കൊണ്ട് ജിമ്മിൽ പോക്ക് നടക്കില്ല. സോ ഇന്ന് ഞാൻ വൈകിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇന്ന് മോളുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ ജിമ്മിൽ പോവാണ്. അപ്പോൾ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടത്തിൽ ആളും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒന്നിച്ചാണ് ഇന്ന് ജിമ്മിൽ പോകണത്. പോയിട്ട് വന്നിട്ട് കാണാം. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ജിമ്മേ. ഇത് ഒരു ലേഡീസ് ജിമ്മാണ്. കല്ലുമല എന്ന് പറയുന്ന സ്ഥലത്താണ്. ശരിക്കും ജിമ്മിനെ പറ്റി പറയാനല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത്. വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ. ഇതാണേ, ഇത് ഇഗ്വാനയാണ്. അത്യാവശ്യം വലിയ ഒരു ഇഗ്വാനയാണ്. ഇതിനെന്തോ സർജറി ഉണ്ടായിരുന്നു. പിന്നെ ഈ ചെടി നിങ്ങൾക്ക് അറിയാമായിരിക്കും, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ബയോളജി +2 ബോട്ടണിയുടെ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട് ഇരപിഡിയൻ ചെടിയെ പറ്റി. ഇതിൻ്റെ പേര് നെപ്പന്തസ് എന്നോ പിക്ചർ അങ്ങനെ എന്തോ ഒരു പേരാണ്. ആക്ച്വലി എൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. നെപ്പന്തസ് എന്നാന്ന് തോന്നുന്നു. അറിയാവുന്നവരുണ്ടെ പറഞ്ഞു തരണം കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. പിന്നെ ഇത് അറ്റാച്ച്ഡ് ആയിട്ട് ഇവർക്ക് തന്നെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ജിമ്മിലേക്ക് കയറുന്ന ഒരു സ്ഥലമാണ്. അവിടെ കുറേ കാർപ്പ് മത്സ്യങ്ങളെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല നമ്മൾ ഈ ഫുഡ് ഇടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോഴേക്കും അതുങ്ങൾ ഇങ്ങോട്ട് ഓടി വരും. അപ്പം ഇതാണ് നമ്മുടെ ജിമ്മ്. അപ്പം ഞാൻ ശരിക്കും ഇവിടെ വന്നിട്ട് ഒരു 4 മാസം ആയിട്ടേ ഉള്ളൂ. വരുന്ന ടൈമിൽ എനിക്ക് 73 ആയിരുന്നു എൻ്റെ വെയിറ്റ് വന്നിട്ട്. ഇപ്പം അതൊരു 4 മാസം കൊണ്ട് ഒരു 67, 68 ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം സാധാരണ ലേഡീസ് ജിം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വരാറുണ്ട്. ഫസ്റ്റ് പക്ഷേ എല്ലാം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാമല്ലോ. പിന്നെന്താ, വന്ന സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നു. ഞങ്ങളുടെ ട്രെയിനറാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെന്താ, അവർ ഹസ്ബൻഡും വൈഫും ഞങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പം പിന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വാമപ്പ്, ദെൻ മെഷീൻ ചെയ്യും, ഷെഡ്യൂളുള്ളൊരു ഷെഡ്യൂൾ ചെയ്യും, അതിനുശേഷം ഗ്രൗണ്ട് ചെയ്യും. ഇതൊക്കെയാണ് സാധാരണ നമ്മളവിടെ ചെയ്യാറ്. അപ്പം എന്തായാലും ഞാൻ എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞാൽ അത്ര നല്ല വർക്കൗട്ട് ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ കുറച്ച് മടിച്ചേക്കാണ്. അധികം വലിയ ഡയറ്റൊന്നും നോക്കത്തില്ല, എന്നാലും അത്യാവശ്യമൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഒത്തിരി ഇതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വെളിയിലിറങ്ങി കേട്ടോ. വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീഡിയോയുടെ തന്നെ മെയിൻ ഉദ്ദേശം നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു വലിയൊരു അക്വേറിയം, അതേപോലെ ഒരു ബ്യൂട്ടി പാർലറൊക്കെ ജിമ്മിനോട് ചേർന്ന് തന്നെ, അവർ താമസിക്കുന്ന വീടിനോട് ചേർന്ന് തന്നെ ഉണ്ട് കേട്ടോ. ഇതൊരു വലിയൊരു ഫിഷ് ടാങ്കാണ്. അവിടുത്തെ ഒരു തീ തുപ്പുന്ന ഡ്രാഗൺ അല്ല കേട്ടോ, വെള്ളം തുപ്പുന്ന ഡ്രാഗൺ ഉണ്ടേ. അതിൽ കുറേ കാർപ്പ് മത്സ്യങ്ങളുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു അക്വേറിയങ്ങൾ അവിടെ ഇവിടങ്ങളെല്ലാം ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫിഷ് ടാങ്ക് നമ്മുടെ അക്വേറിയത്തിലോട്ട് കയറുന്നതിൻ്റെ എൻട്രൻസിൽ അവർ ചെയ്ത് വെച്ചേക്കുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തേക്കുന്നത് നോക്കി. പിന്നെ നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് കുറേ മീനുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ ഒന്നും പേരെനിക്ക് അത്ര നിശ്ചയമില്ല, എങ്കിലും കുറച്ചിതിൻ്റെയൊക്കെ പേര് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിത് നല്ല ഭംഗിയായതുകൊണ്ട് തന്നെ ഈ വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ. അരോണ, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ്. ഭയങ്കര കളറിലുള്ള മീനാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇത് മുൻപ് ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഈ കാണുന്നത് ഈലിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഏതോ ഒരു മീനാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ മുൻപ് കേട്ടിട്ടുള്ളതാണ്. ഇത് നമ്മുടെ സക്കർ ഫിഷാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും പേര് ആക്ച്വലി എനിക്കറിയില്ലേ. അപ്പോൾ ഒരുപാട്, ശരിക്കും പറഞ്ഞാൽ ഞാൻ പല അക്വേറിയത്തിലും പോയിട്ടുണ്ട് ഇവിടെ തന്നെ. എന്നാൽ കൂടെ ഇത്രയും കളക്ഷൻസ് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉള്ള മീനുണ്ട്. അപ്പം ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഇവരിത് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ആക്ച്വലി ഞങ്ങളുടെ ജിമ്മിലെ ട്രെയിനർക്ക് എന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര പാഷൻ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവർ കൂടുതലായിട്ടും വളർത്താൻ വേണ്ടിയാണ് ഇങ്ങനത്തെ മീനുകളെയൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഏഞ്ചൽ ഫിഷാണ്. പിന്നെ ഞാനൊരു കാര്യം അറിഞ്ഞെന്ന് വെച്ചാൽ സ്കൂളുകളിൽ നിന്നും ഇവിടെ അടുത്തുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികളെയും കൊണ്ട് ഇവിടെ കൊണ്ട് കാണിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ശരിക്കും ഇവിടെ ഇത് കാണാനുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചെമ്മീൻ കേട്ടോ. പിന്നെ ഒരു വലിയ ബുദ്ധൻ അവിടെ ഇരിപ്പുണ്ട്. ഇത് അരോപ്പൈമ എന്ന് പറയുന്ന മീനാണ്. ഇതൊക്കെ ഞാൻ ഇതിന് ശരിക്കും ഈ അരോണ എന്ന് പറയുന്ന മീൻ കേട്ടിട്ടുണ്ട്, ഏഞ്ചൽ ഫിഷ് കേട്ടിട്ടുണ്ട്, അതുപോലെ ഫൈറ്റർ കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മീനുകളുടെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ മുമ്പ് ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പേര് എനിക്ക് അറിയാം കേട്ടോ. ഇത് നമ്മുടെ പിരാനയാണ്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ പിരാന. ആക്രമണകാരിയായ മീനാണ് കേട്ടോ ഈ പിരാന. പിന്നെ മനുഷ്യനടക്കമുള്ള ജീവികളൊക്കെ നിമിഷ നേരം കൊണ്ട് തിന്നുമെന്നാണ് പറയുന്നത്.
ഇതാ ഇപ്പം കാണുന്ന ഈ മീനൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടടാ. കാരണം വലിയ സൈസാണേ. നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അത്ര മനസ്സിലാകത്തില്ലെന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ചുണ്ടൊക്കെ കണ്ടാൽ ഒരു മനുഷ്യൻ്റെ ചുണ്ട് പോലെ എനിക്ക് തോന്നും കേട്ടോ. വലിയൊരു മനുഷ്യനെ പോലെയൊക്കെ തോന്നാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ അലിഗേറ്റർ ഗാറാണ് കേട്ടോ. എൻ്റെ മോൾ ഇതിനെ കണ്ടിട്ട് മീൻ മുതല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ. അങ്ങനെ വർക്കൗട്ടും കഴിഞ്ഞു. മീൻ മുതലിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഒരു ആനക്കുട്ടനെയൊക്കെ വെളിയിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ അതിനേക്കാൾ രസം എന്ന് വെച്ചാൽ ഒരുപാട് കളക്ഷനോ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇത് അടീനിയത്തിൻ്റെയൊക്കെ പല പല വെറൈറ്റീസ് അവിടെ കാണാനായിട്ട് പറ്റുമേ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം വന്നിട്ട് കല്ലുമലയാണ്. അപ്പോൾ വരാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ വരാൻ പറ്റും. എന്താ പറയുക, അങ്ങനെ കാരണം ഒരു കാഞ്ഞിരംകുളം മുതൽ വിഴിഞ്ഞം വരെ ഉള്ളവർക്കെല്ലാം അത്യാവശ്യം വന്ന് പോകാൻ പറ്റും. ജിമ്മിലും വരാൻ പറ്റും, പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിൽ. അതുപോലെ ഇതൊക്കെ കാണാനും പറ്റും. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.